നീറ്റ് യുജി പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധം കടുക്കുന്നു. മെയ് 3 നടത്തിയ പരീക്ഷ ഇന്നലെ റദ്ദാക്കിയിരുന്നു. പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കുമെന്ന് NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. വിനീത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, രാജ്യത്തെ ഈ ഏറ്റവും വലിയ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ NTA എന്നത് ഇതിനു മുമ്പും പല ഘട്ടത്തിൽ അതിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇത് 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അവർക്ക് ഇനി ആ പരീക്ഷ എഴുതുക പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ഈ അന്വേഷണത്തിൽ ആരാണ് ഇതിന് പിന്നിൽ? ഇത് കേന്ദ്രീകൃതമായ ഒരിടത്തു നിന്ന് മാത്രം സംഭവിച്ചതല്ല, പലയിടങ്ങളിലായി ഈ ക്വസ്റ്റ്യൻ പ്രചരിച്ചിട്ടുണ്ട്. അപ്പോൾ CBI അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? അടുത്ത പരീക്ഷയുടെ ഡേറ്റ് സംബന്ധിച്ച സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഗൂഗിൾ CBI ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ CBI അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി CBIയുടെ പ്രത്യേക സംഘങ്ങൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 9 പേരെ അറസ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ 45 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്തവരെയൊക്കെ തന്നെ വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന മനീഷ് യാദവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വരികയാണ്. ഒപ്പം തന്നെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേരത്തെ ഈ പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കുമെന്നാണ് NTA നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം തീരുമാനം. ഈ പരീക്ഷ നടത്തുന്നതിനുള്ള അവകാശം അത് തിരികെ നൽകണമെന്നുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് P. ചിദംബരം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വലിയ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റെവിടെയും മറ്റൊരു രാജ്യത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നുവെന്നാണ് CBIയും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് CBIയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.